നമ്മുടെ കായലിൽ ഇപ്പോൾ കക്കയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലേട്ടനും അച്ഛനും കൂടി ഉച്ചയ്ക്ക് പോയി കുറച്ച് കക്കയൊക്കെ വാരിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതെല്ലാം പുഴുങ്ങി ഇറച്ചിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മളിന്നൊന്ന് റോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനുള്ള സവാളയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ പൊളിച്ചതേ ഞാനൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റുവാണ്. നമുക്ക് ഈ കക്ക ഇറച്ചി ഇന്ന് നല്ലപോലെ വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. എന്തേ ഒരു കക്കയെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇത്രയും വലിപ്പമുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള കക്ക ഇറച്ചിയായിരുന്നു. അപ്പോൾ അതിനെ നല്ലപോലെ കഴുകി ഒരു 3-4 വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി നല്ലതുപോലെ ഞെക്കി പീച്ച് ഇതിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ട് തോർത്തി കളയണമെങ്കിൽ ഈ ഞെക്കി പീച്ച് ഇറച്ചിയെ നമുക്കൊരു ചട്ടിയിലോട്ട് മാറ്റിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് പുരട്ടിയെടുക്കണം. ഇനി നേരെ അങ്ങ് അടുപ്പിലോട്ട് വെക്കുകയാണ് കേട്ടോ. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കക്ക വെന്ത് വരുന്ന സമയത്ത് അതിൽ നിന്ന് കുറേ വെള്ളം വരും. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് പറ്റി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അവിടെ നിന്ന് പറ്റി വരുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ പൊളിച്ച് വെച്ച സവാളയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് കുനുകുനാന്നിരിഞ്ഞെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ ചതച്ചെടുക്കുക. അപ്പോഴത്തേക്ക് ഇതേ നമ്മുടെ കക്കക്കകത്തുനിന്ന് നല്ലപോലെ തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. വേറൊരു ചട്ടി എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാവേ. ആ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ കക്കയൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. എന്തേ കക്കയ്ക്കകത്തുനിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ് കേട്ടോ. അത്രയും ഞാൻ ഞെക്കി പീച്ചി എടുത്ത് അടുപ്പേ വെച്ച സാധനമാണ്. അതിന് ഇത്രയും വെള്ളം വന്നിട്ടുണ്ട്. സവാള എല്ലാം വഴറ്റിയിട്ട് നമ്മൾ അതിലോട്ട് കക്ക ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇത് പറ്റി വരാൻ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഗ്രാമ്പൂവും കറുവപ്പട്ടയും പെരിഞ്ജീരകവും ഒക്കെ ഇട്ട് കൊടുക്കുവാണേ. ഇനി ഇതെല്ലാം നന്നായിട്ട് പൊട്ടി വന്ന ശേഷം നമ്മൾ നേരത്തെ കുനുകുനാന്നരിഞ്ഞ് വെച്ച സവാളയും പച്ചമുളകും ഒക്കെ ഇല്ലേ, അത് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് പിന്നെ നമ്മുടെ ഒരു ചേച്ചി പറഞ്ഞതുപോലെ കടുക് വറാത്ത നന്നായിട്ട് അങ്ങ് ഇളക്കുക. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ നമ്മുടെ കക്കയും കൂടെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. സവാള ഒന്ന് വാടി വന്നപ്പോഴത്തേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള നല്ലപോലെ വഴണ്ട് കഴിഞ്ഞ് കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കണം കേട്ടോ. നമുക്ക് വലിയ പണിയൊന്നുമില്ല. വഴറ്റിയ മസാല എടുത്ത് നേരെ ആ കക്കയിലൊക്കെ ഇട്ട് കൊടുത്ത് ഇളക്കി എടുക്കണം കേട്ടോ. ഞാൻ ഇതിനകത്ത് വേറെ ഗരം മസാലയൊന്നും ചേർക്കുന്നില്ല. കുറച്ച് കുരുമുളകും പെരിഞ്ജീരകവും കൂടെ ചതച്ചത് മാത്രമേ ചേർക്കുന്നുള്ളൂ. തേങ്ങാക്കൊത്ത് കുറച്ച് കൂടുതൽ ഇടണമെന്ന് രാവിലെ എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും അങ്ങ് മൂപ്പിച്ച് ഇതിലോട്ട് ചേർത്തു. കുറച്ച് സമയം എടുക്കും കേട്ടോ ഇതൊന്ന് വരാനായിട്ട്. ഇടവിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് കുറച്ച് സമയം ഇളക്കി വരുമ്പോഴത്തേക്ക് ഇങ്ങനെ കടുക് പൊട്ടുന്ന പോലത്തെ സൗണ്ടൊക്കെ കേൾക്കും. അങ്ങനെ നമ്മുടെ കക്ക റോസ്റ്റ് ഒരുവിധം ആയി. മുളക് പൊടി കുറച്ച് കുറവായതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കളറിലിരിക്കുന്നത്. പകരം കുറച്ച് കുരുമുളക് ഞാൻ കൂട്ടിയിട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരുക്കിക്കെട്ടി എങ്ങോട്ടാണെന്നല്ലേ, കുഞ്ഞിക്കണ്ണനെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാനായിട്ട് ഞങ്ങൾ 3 പേരും കൂടി പോവുകയാണ് കേട്ടോ. രാത്രിയിലാണ് ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ്. കൃഷ്ണപുരത്താണ് കേട്ടോ കുഞ്ഞിക്കണ്ണനെ കാണിക്കുന്ന ഡോക്ടർ. നമ്മളവിടെ ചെന്നപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡോക്ടറിനെ കണ്ടിട്ട് ഇറങ്ങാൻ പറ്റി. അവിടുന്ന് നേരെ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്നും ഒക്കെ മേടിച്ചിട്ട് വീട്ടിലോട്ട് പോവുകയാണേ. വീട്ടിലോട്ട് പോയ സമയത്താണ് രാവിലേട്ടൻ പറഞ്ഞത് കക്കയുടെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് കുറച്ച് പൊറോട്ടയും കൂടെ മേടിച്ചുകൊണ്ട് പോയാലോ എന്ന്. ഞാൻ പൊതുവേ ഒരു പൊറോട്ട പ്രാന്തിയാണ്. കറിയൊന്നും ഇല്ലാത്ത വെറുതെ പൊറോട്ട കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പൊറോട്ട മേടിക്കാനായിട്ട് നമ്മൾ വന്നത് കണ്ണൂർ റെസ്റ്റോറൻറ്റിലാണ്. ഇത് കായംകുളത്ത് ഐക്യ ജംഗ്ഷനിലുള്ള റെസ്റ്റോറൻ്റാണ്. ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ കേട്ടോ. ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫുഡും ലൈവാണ്. കാരണം നമ്മൾ പൊറോട്ടയൊക്കെ ഓർഡർ ചെയ്തിട്ട് അത് ലൈവായിട്ടാണ് നമുക്ക് ഉണ്ടാക്കി തരുന്നത്. നേരത്തെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്ന പരിപാടിയൊന്നുമില്ല. നമ്മൾ കയറി വന്നപ്പോൾ തന്നെ ആദ്യം കണ്ടത് കുറേ സിലോപ്പി എല്ലാം കൂടി ഇങ്ങനെ ഐസിട്ട് നിരത്തി വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മീൻ സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് അത്. അതുപോലെ തന്നെ കയറി വരുന്നിടത്ത് ഒരു കൊച്ചു കുളം ഉണ്ടായിരുന്നു. അതിൽ കുറേ മീനുകളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പുറത്തും ഇരിക്കാനുള്ള സീറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നല്ല ആംബിയൻസ് ഉള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. എനിക്കിവിടെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ കായംകുളത്ത് വരുന്നവർ എന്തായാലും ഇവിടെ മിസ് ചെയ്യാതിരിക്കുക. പേര് മറക്കേണ്ട, കണ്ണൂർ റെസ്റ്റോറൻറ്റ്. ഇനി നേരെ നമ്മൾ പൊറോട്ട മേടിച്ചുകൊണ്ട് വീട്ടിലേക്ക് വിടുകയാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.